മോൺസിഞ്ഞോർ ഇമ്മാനുവൽ ലോപ്പസിനെ കുറിച്ചുള്ള എൻ്റെ ഓർമ്മകൾ മൈനർ സെമിനാരി കാലത്തേക്കാണ് പോകുന്നത്. സെമിനാരിയിൽ ചേർന്ന കാലം മുതൽ മോൺസിഞ്ഞോറിനെ അകലെ നിന്നും അടുത്തു നിന്നും അറിയാൻ സാധിച്ചത് അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. എൻ്റെ മനസ്സിൽ എൻ്റെ പരിശീലന കാലത്തൊക്കെയും മോൺസിഞ്ഞോർ എപ്പോഴും ഓർമ്മയായ ഒരു വ്യക്തിത്വമാണ്. നന്മയും സ്നേഹവുമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വൈദികനായ അല്പം മാധ്യമ ലോകത്തേക്ക് കടന്നപ്പോൾ ഞാൻ മോൺസിഞ്ഞോറിനെ കുറിച്ച് എപ്പോഴും ഓർക്കുകയും മോൺസിഞ്ഞോറിനെ കുറിച്ചൊരു ചെറിയ ഡോക്യുമെൻ്ററി ചിത്രമുണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുകയും സ്വപ്നം കാണുകയും ചെയ്തിരുന്നു. ഒരിക്കൽ ഈ ആശയം ഞാൻ മോൺസിഞ്ഞോറിനോട് തന്നെ പങ്കുവച്ചു. അപ്പോൾ ഇത് എന്തിനാണ് എന്നിങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ എന്നോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, മോൺസിഞ്ഞോർ കടന്നു പോകും, ഞങ്ങൾക്കൊക്കെ എന്നും ഓർക്കാനും അങ്ങയുടെ ജീവിതം മാതൃകയാക്കാനുമാണ്. അപ്പോൾ ഒരു 5 ദിവസം മോൺസിഞ്ഞോർ സഹകരിക്കണം. അല്പസമയം അധികം ടാക്സി ചെയ്യാതെ കുറച്ച് സമയം എല്ലാ ദിവസവും വർക്ക് ചെയ്ത് മോൺസിഞ്ഞോർ സാധാരണ ചെയ്യുന്ന കാര്യങ്ങളൊന്ന് ക്യാമറയിൽ ഒപ്പിയെടുക്കാൻ മാത്രം ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് 5 ദിവസം 2002 ഞാൻ ഈ ഡോക്യുമെൻ്ററി ഒരു വേനൽ അവധിക്കാലത്ത് ചെയ്യുന്നത്. മോൺസിഞ്ഞോർ സഹകരിച്ചു എൻ്റെ കൂടെ. ഞാൻ തന്നെ ജീപ്പ് ഓടിച്ച് പല സ്ഥലങ്ങളിലും മോൺസിഞ്ഞോറിനെ കൊണ്ടുപോയി. മോൺസിഞ്ഞോർ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ നാച്ചുറലായിട്ട് ചെയ്യും. അത് ഒരു ക്യാമറയിൽ എടുക്കുകയാണെന്നൊന്നും മോൺസിഞ്ഞോറിന് അവബോധം ഉണ്ടായിരുന്നില്ല. മോൺസിഞ്ഞോർ അത് പ്രശ്നമായിരുന്നില്ല. ഇപ്പോൾ ഉദാഹരണം, ഞാൻ കളമശ്ശേരി സെമിനാരിയിൽ കൊണ്ടുപോയി. ഞാനൊരു സെമിനാരി വിദ്യാർത്ഥി ആയിരുന്ന കാലത്തെ എല്ലാ ഞായറാഴ്ചകളിലും വൈകുന്നേരം 3 മണി തുടങ്ങി 4 മണി വരെ മോൺസിഞ്ഞോറിൻ്റെ ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു. വളരെ രസകരമായിരുന്നു ആ 1 മണിക്കൂർ. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ കോർത്തിണക്കി ഒരു വൈദികനെ രൂപീകരിക്കാൻ സഹായകമാകുന്ന വിധത്തിൽ കഥകളും കാര്യങ്ങളും കൂട്ടിയിണക്കി പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ലാളിത്യമാർന്ന ശൈലിയിൽ ഹൃദയസ്പർശിയായിരുന്നു. കാത്തിരുന്ന ക്ലാസ്സുകളായിരുന്നു അതെന്ന് ഞാൻ ഓർക്കുന്നു. അങ്ങനെ അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ മോൺസിഞ്ഞോറിനെ കളമശ്ശേരിയിൽ കൊണ്ടുപോയി. അന്ന് അവിടെ 10-15 കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ മൈനർ സെമിനാരിയിൽ. ആ ക്ലാസ്സിലേക്ക് മോൺസിഞ്ഞോറിനെ കാണിച്ചു കൊടുത്തപ്പോൾ മോൺസിഞ്ഞോർ അവിടെ പോയി നിന്ന് വളരെ നാച്ചുറലായിട്ട് ഹെൻറി രാജാവിൻ്റെ കഥ പറഞ്ഞു. കുട്ടികളിങ്ങനെ കണ്ണിമയ്ക്കാതെ അല്ലെങ്കിൽ ചെവി മാറ്റാതെ കേട്ടിരിക്കുന്നത് വളരെ നാച്ചുറലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒന്നും അഭിനയിക്കാതെ മോൺസിഞ്ഞോർ ചെയ്യുന്ന കാര്യങ്ങൾ ഒപ്പിയെടുക്കാൻ ശ്രമിച്ച ഒരു 20 മിനിറ്റുള്ള സ്നേഹസമർപ്പണം, സാക്രിഫിഷ്യൽ ലൈഫ്, അത് ഞാൻ ഇംഗ്ലീഷ് ട്രാക്കും മലയാളം ട്രാക്കും ചെയ്യുകയുണ്ടായി. അത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ജെറി അമൽദേവനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, മോൺസിഞ്ഞോറുമായിട്ട് എനിക്കൊരു ആത്മബന്ധമുണ്ട്. ഇൻഫൻറ്റ് ജീസസ് ചർച്ചിലെ ഹൈക്കോർട്ടിലുള്ള ഇൻഫൻറ്റ് ജീസസ് ചർച്ചിൽ വെച്ച് അവിടുത്തെ ബോസ്കോ കലാസമിതിയിൽ മോൺസിഞ്ഞോർ തുടങ്ങിയ ആ കലാസമിതിയിൽ ഞാൻ അംഗമായിരുന്നു. ഞാനവിടെ പാടുമായിരുന്നു. മോൺസിഞ്ഞോറിനെ എനിക്ക് അടുത്തറിയാവുന്നതുകൊണ്ട് ഞാൻ ഈ ഡോക്യുമെൻ്ററിക്ക് മ്യൂസിക് ചെയ്തു തരാമെന്ന് പറഞ്ഞ് ആ ഡോക്യുമെൻ്ററിയുടെ മ്യൂസിക് ട്രാക്ക്, ഒറിജിനൽ ട്രാക്കാണിത്, ജെറി അമൽദേവ് പാലാരിവട്ടത്തുള്ള റിയൻ സ്റ്റുഡിയോയിൽ വന്ന് കമ്പോസ് ചെയ്ത് ഓൺ ദ സ്പോട്ട് മിക്സ് ചെയ്തതാണിത്. അപ്പോൾ അങ്ങനെ ഞാൻ കരുതുന്നു ഒരു നിമിത്തമായിരുന്നു മോൺസിഞ്ഞോറിനെ അങ്ങനെ ഓർക്കാനും അദ്ദേഹത്തിൻ്റെ ജീവിത ശൈലി ഒപ്പിയെടുക്കാനും. അത് എനിക്കൊരു അനുഗ്രഹവും ഭാഗ്യവുമായിട്ട് ഞാൻ കാണുന്നു. എൻ്റെ വൈദിക ജോലിയിൽ ഉടനീളം മോൺസിഞ്ഞോർ ഒരു മാതൃകയും പ്രചോദനവും ഒരു മധ്യസ്ഥനുമായിട്ട് ഞാൻ കണക്കാക്കുകയാണ് ഇപ്പോൾ അദ്ദേഹത്തെ ദൈവദാസനായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ. എന്നെ ചില അപകടങ്ങളിൽ നിന്നും രക്ഷിച്ചതായിട്ടും എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. മോൺസിഞ്ഞോറിൻ്റെ ഒരു സഹായമായിട്ട് ഞാൻ കണക്കാക്കുന്നു. അപ്പോൾ ആ ഡോക്യുമെൻ്ററി ഈ അവസരത്തിൽ പ്രദർശിപ്പിക്കുന്നു അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ അത് ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. നമ്മുടെ അതിരൂപതയ്ക്ക് ഒരു ആത്മീയ ഗുരുവാണ് അദ്ദേഹം വിശുദ്ധ പദത്തിലേക്ക് മെല്ലെ ഉയരും എന്ന് നമുക്ക് പ്രത്യാശിക്കാം, പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥ്യം അതിരൂപത മക്കൾക്ക് അനുഗ്രഹമാണ്. നന്ദി.
വരാപ്പുഴ അതിരൂപതയിലെ ചരിത്രപുരാതനമായ ചാത്യാത്ത് കർമ്മലനാഥയുടെ ഇടവകയിൽ 1908 മെയ് 10 ഏലിയാസ് ട്രീസ ലോപ്പസ് ദമ്പതികളുടെ മൂത്ത മകനായി ഇമ്മാനുവൽ ജനിച്ചു. രണ്ട് കുടുംബത്തിൽ 4 പേരുന്നു. ഞാനാണ് ഉടലിലെ മൂത്തത്. എനിക്കൊരു 12 വയസ്സായപ്പോഴാണ് എൻ്റെ പിതാവ് എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നു വികാരിയച്ഛൻ്റെ അടുത്ത്. വികാരിയച്ഛൻ വളരെ സന്തോഷമായി സെമിനാറിലേക്ക് പറഞ്ഞയക്കാമെന്ന് പറഞ്ഞു. അന്നെനിക്ക് 12 വയസ്സാണ്, 13 വയസ്സേ ഉള്ളത്. സെക്കൻഡ് ഫോമിൽ 6ാം ക്ലാസ്സിൽ ആയപ്പോഴാണ് ഞാനവിടെ സെമിനാറിൽ ചേർന്നത്. അതിനുശേഷം ഞാൻ എറണാകുളത്ത് സെമിനാറിൽ ലക്ഷ്യം പഠിക്കും കഴിഞ്ഞപ്പോൾ എന്നെ സിലോണിലേക്ക് അയച്ചു. ഞങ്ങൾ 5-8 ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. അതെന്നെയും അലസാൻഡ്ര കണ്ണിക്കലിനെയും ക്യാൻറ്റീനിലേക്ക് പറഞ്ഞു വെച്ചു. 8 കൊല്ലം അവിടെ ആയിരുന്നു. ആയിരത്തി 1934 ജൂലൈ 26 ഇമ്മാനുവൽ ലോപ്പസ് കാൻഡിയിൽ വച്ചു തന്നെ പൗരോഹിത്യം സ്വീകരിച്ചു. നാട്ടിൽ തിരിച്ചെത്തിയ ഫാദർ ലോപ്പസ് വൈപ്പിൻ ദ്വീപിലുള്ള പെരുമ്പിള്ളി ഇടവകയിൽ 5 വർഷക്കാലം സഹവികാരിയായി ജോലി ചെയ്തു. ഫാദർ ലോപ്പസിന്റെ അജപാലനം കൂടുതൽ ചിറകുവിരിക്കുന്നത് 1939 അദ്ദേഹം എറണാകുളത്ത് ഉണ്ണിമിശിഹ പള്ളി വികാരിയായി നിയമിതനായതോടെയാണ്. ഇരുപത്തിമൂന്ന് വർഷക്കാലം നീണ്ടുനിന്ന ആ ഇടവക ജീവിതം വൈവിധ്യമാർന്നതായിരുന്നു. ആധ്യാത്മികവും സാമൂഹികവും സാംസ്കാരികവുമായി ജനങ്ങളെ ഉയർത്താൻ പുതിയ മേഖലകൾ അദ്ദേഹം വെട്ടിത്തെളിച്ചു. മതബോധനം, ഭക്തസംഘടനകൾ, മിഷൻ ജോലികൾ, ദൈവവിളി, വിൻസെന്റ് ഡി പോൾ, ലീജിയൻ ഓഫ് മേരി എന്നീ ബഹുമുഖ പ്രവർത്തനങ്ങൾക്ക് അതിരൂപതയിൽ തുടക്കമിട്ടത് മോൺസിഞ്ഞോർ ലോപ്പസ് ആണ്. അന്ന് ഞങ്ങൾ ഈ ബോസ്കോ കലാസമിതി തുടങ്ങി. അവിടെ സംഗീതം, ചിത്രമെഴുത്ത്, പ്രസംഗം, ഇതെല്ലാം, അഭിനയം, ഡ്രാമ, ഇതൊക്കെ അവരെ പഠിപ്പിച്ചിരുന്നു. ജെറിയ മൽദേവ്, ജോബൻ ജോർജ്, ഇവരെല്ലാം അവിടെ ആയിരുന്നു. അതിരൂപതയുടെ അജപാലന മേഖലയിൽ മോൺസിഞ്ഞോർ ലോപ്പസ് ചെയ്തിട്ടുള്ള നിശബ്ദ സേവനം അവിസ്മരണീയമാണ്. 1959 പ്രിവി ചേംബർലിൻ പദവി ലഭിച്ചതോടെ ഫാദർ ലോപ്പസ് അതിരൂപതയുടെ ഭരണകാര്യങ്ങളിലും പങ്കാളിയായി. ഭാരിച്ച ജോലികൾക്കിടയിലും നീണ്ട സമയം ഏകാഗ്രമായ പ്രാർത്ഥനയിൽ അദ്ദേഹം ചെലവഴിച്ചു. ഒരു വൈദികൻ ദിവ്യബലി ആദ്യ ബലിയെന്നോണവും അവസാനത്തെ ബലിയെന്നോണവും ഏകബലിയെന്നോണവും അർപ്പിക്കട്ടെ. ഭക്തി നിർഭരമായ ദിവ്യബലി, മുടങ്ങാതെയുള്ള യാമപ്രാർത്ഥനകൾ, ജപമാല എന്നിവ അദ്ദേഹത്തിൻ്റെ ഊർജസ്രോതസ്സുകളാണ്.
ഇത് എൻ്റെ ശരീരമാകുന്നു, നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം. എല്ലാവരും നീ ഇതിൽ നിന്ന് കുടിക്കുവിൻ, ഇത് എൻ്റെ രക്തമാകുന്നു, നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ രക്തം. നിങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി പാപമോചനത്തിനായി ചിന്തുവാനിരിക്കുന്ന എൻ്റെ രക്തം. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവ് നിങ്ങളുടെ കൂടെ, സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതിരൂപതയുടെ ചരിത്രമൊക്കെയും നിറഞ്ഞു നിൽക്കുന്നതാണ് മോൺസിഞ്ഞോറിൻ്റെ ജീവിതം. അദ്ദേഹത്തിൻ്റെ ലാളിത്യവും ജീവിത വിശുദ്ധിയും അനുകരണീയമാണ്. ദൈവവിളി എന്നൊരു മഹത്തായ കാര്യമാണ്. അതിൻ്റെ ഇതുകൊണ്ട് എപ്പോഴും ദൈവത്തിന് നന്ദി പറയണം. അത് ബെൽജിയത്ത് ആൽബർട്ട് രാജാവ്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലുള്ള കപ്പേളയിൽ അദ്ദേഹം കുർബാനയിലായിരുന്നു. അപ്പോൾ ആ കുർബാനയൊക്കെ ശുശ്രൂഷിച്ചിരുന്നത് ആൽബർട്ട് രാജാവ് തന്നെയാണ്. ഒരു ആൾത്താർ ബാലിനെ പോലെ കുർബാനയെ ശുശ്രൂഷിച്ചിരുന്നത് ആൽബർട്ട് രാജാവാണ്. അവിടെ കുർബാന സമയത്ത് രാജാവ് കരയുന്നതായിട്ട് കണ്ട്. അപ്പോൾ കുർബാന കഴിഞ്ഞപ്പോൾ ഇപ്പോൾ മറ്റോ ചോദിച്ചു, എന്താണ് കുർബാന സമയത്ത് കരയുന്ന കണ്ടല്ല? ഞാൻ കരഞ്ഞു. എന്താണ് കാരണം? എനിക്കൊരു വൈദികനാകാനായിട്ട് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പം മാപ്പാപ്പ പറഞ്ഞു, നീ വൈദ്യനാകണ്ട, നിൻ്റെ വിളി വൈദ്യനാകുന്നല്ല, രാജാവെന്ന നിലയിൽ രാജ്യം ഉത്തമ രീതിയിൽ ഭരിക്കുക, അതാണ് ദൈവവിളി. അപ്പോൾ മാർപ്പാപ്പ പറയുന്നത് കേട്ട് അദ്ദേഹം രാജാവായി രാജ്യം നല്ല ഉത്തമമായിട്ട് ഭരിക്കുകയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് എന്താണെന്നാ, ഇപ്പോഴും വൈദ്യ കുർബാനയെല്ലാം ഇപ്പോൾ എനിക്കൊരു വൈദ്യനാകാൻ സാധിച്ചില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വരണം. 2 പതിപ്പുകളായി വിറ്റഴിഞ്ഞ അലക്സമ്മാവൻ എന്ന നോവൽ മോൺസിഞ്ഞോർ ലോപ്പസിൻ്റെ അജപാലന ശുശ്രൂഷയിലെ വിലപ്പെട്ട അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരമൂല്യ കൃതിയാണ്. സ്വർഗോന്വേഷവും വഴിയും ജീവനും നമ്മുടെ രൂപതയിൽ നിന്ന് പബ്ലിഷ് വിശ്വാസ കേരള. 1962 പോൾ 6 മാർപ്പാപ്പയെ സ്വീകരിക്കാൻ ധാരാളം ജനങ്ങളുമായി അദ്ദേഹം ബോംബെയിലേക്ക് പുറപ്പെട്ടു. ജോൺ പോൾ 2 മാർപ്പാപ്പയ്ക്ക് കൊച്ചിയിൽ സ്വീകരണം നൽകിയതിൽ മോൺസിഞ്ഞോർ ലോപ്പസ് വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. ഞാൻ 32 വർഷക്കാലം മുടങ്ങാതെ ഗവൺമെൻറ് ആശുപത്രിയിൽ പോയിരുന്നു. രാവിലെയും വൈകുന്നേരവും രോഗിയുടെ പോയി സന്ദർശിക്കാറുണ്ടായിരുന്നു. കാലത്ത് കത്തോലിക്കരായ രോഗികൾക്ക് ഞാൻ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. ധാരാളം നല്ല വ്യക്തികൾ രോഗികളെ സഹായിക്കാൻ വേണ്ടി എന്നെ പണം ഏൽപ്പിച്ചിരുന്നു. ഞാൻ ആ പണവും വേറെയുടെ പണവും രോഗികളിലേക്ക് കൊടുത്ത്
അവരെ സഹായിക്കുമായിരുന്നു. സാന്ത്വനത്തിൻ്റെ വചസ്സുമായി വരുന്ന ഈ വൈദികൻ ജാതിമത ഭേദമന്യേ ഏവർക്കും സഹായത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും നീട്ടിയ കരങ്ങളാണ്. പ്രോ വികാരി ജനറൽ, പ്രോട്ടോ നോട്ടറി അപ്പസ്റ്റോളിക്, വികാരി ജനറൽ, അഡ്മിനിസ്ട്രേറ്റർ എന്നീ നിലകളിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. സുനിത വീട്ടിലേക്ക് പോയതിൻ്റെ അടുത്ത ദിവസം 17/2/99 ഞാൻ സുനിതയുടെ വീട്ടിലേക്ക് ഫോൺ ചെയ്യുകയും അങ്കമാലിയിൽ ഒരു ജോലി ശരിയാക്കി അറിയിക്കുകയും ചെയ്തു. എൻ്റെ മകൾ ഇനി തോമസിൻ്റെ കൂടെ ജീവിക്കുന്ന പ്രശ്നമില്ല, പണവും ആഭരണവും അലമാരയും തിരിച്ചു തന്ന് ഇടപാട് തീർക്കണമെന്ന് ശ്രീമതി എൽസി പറഞ്ഞതിനെ തുടർന്ന് ഞാൻ തിരിച്ചു പോന്നു. ഈ അതെ, ഈ സാഹചര്യത്തിൽ 1968 അതിരൂപതാ ഭരണസമിതിയിൽ അംഗമായ നാൾ മുതൽ ഏറ്റെടുത്ത വിവാഹ കോടതിയുടെ ചുമതല മോൺസിഞ്ഞോർ പ്രതിബദ്ധതയോടെ തുടർന്നു പോരുന്നു. 3:30 കൗൺസിലിംഗ് നടത്താൻ നിശ്ചയിക്കുകയും ഈ വിവരം ശ്രീമതി എൽസിയെ ഫോൺ ചെയ്ത് അറിയിക്കുകയും ചെയ്തു. സുനിതയുമായി സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ സുനിത ഒഴിഞ്ഞു. കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ദമ്പതികളുടെ പുനരൈക്യത്തിനും വേണ്ടി അഹോരാത്രം അദ്ദേഹം ജോലി ചെയ്യുന്നു. ശ്രീമതി എൽസിയെ കാണുക. ഈ അജപാലന ദൗത്യത്തിൻ്റെ ഹൃദയവ്യഥയിൽ രാത്രിയുടെ യാമങ്ങളിൽ പോലും അദ്ദേഹം ഏറെ
സമയവും അധ്വാനവും കലവറയില്ലാതെ ഹോമിച്ച അദ്ദേഹം ഏവർക്കും എല്ലാമായി തീരുന്നു.